1879 വരെ എല്ലാ ചോക്ലേറ്റ് നിർമ്മാതാക്കളും കൈപ്പേറിയതും കടുപ്പമുള്ളതുമായ ചോക്ലേറ്റ് മാത്രമേ ഉൽപ്പാദിപ്പിച്ചിരുന്നുള്ളൂ എന്ന് നിങ്ങൾക്കറിയാമോ? ചോക്ലേറ്റിൻ്റെ ഇന്നത്തെ മിനുസമാർന്ന ഘടനയ്ക്കും മധുരരുചിക്കും ലോകം കടപ്പെട്ടിരിക്കുന്നത് അബദ്ധത്തിൽ ആ രഹസ്യം കണ്ടെത്തിയ ലിൻഡ് ചോക്ലേറ്റിൻ്റെ ഉടമയോടാണ്. സ്വിറ്റ്സർലൻഡിലെ സൂറിക്കിൽ സ്ഥിതി ചെയ്യുന്ന ലിൻഡിൻ്റെ ആ ഫാക്ടറിയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. Irresistibly smooth chocolate to put the world on pause. Lindor, made to melt you by the Lindt Master Chocolatier. യൂറോപ്പ് റോഡ് ട്രിപ്പിൻ്റെ 4ാം ദിവസമായ ഇന്ന് സ്വിറ്റ്സർലൻഡിലെ സൂറിക്കിലെ ഗ്രാമമായ വിൽഡസ്വില്ലിൽ താമസിച്ച ഹോട്ടൽ യുങ്ഫ്രായോക്കിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സന്ദർശിച്ചത് ടോപ്പ് ഓഫ് യൂറോപ്പ് എന്നറിയപ്പെടുന്ന മൗണ്ടനും ലൂട്ടർബ്രണ്ണൻ എന്ന മനോഹരമായ ഗ്രാമവുമാണ്. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർക്കായി ആ എപ്പിസോഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ റൂം എടുത്തപ്പോൾ സെൽഫ് ചെക്ക് ഇൻ ആയിരുന്നതുകൊണ്ട് ചെക്കൗട്ട് ചെയ്തപ്പോൾ റൂമിൻ്റെ ആക്സസ് കീ ഈ ബോക്സിലാണ് ഇടേണ്ടത്. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും പേരുകേട്ട സൂറിക് ചോക്ലേറ്റ് പ്രേമികൾക്കും യാത്രക്കാർക്കും ഒരു അതുല്യമായ അനുഭവം വാഗ്ദാനം ചെയ്യുന്നു. സ്വിസ് ചോക്ലേറ്റ് നിർമ്മാതാക്കളിൽ ഏറ്റവും വലിയ ബ്രാൻഡായ ലിൻഡ് സൂറിക്കിലെ കിൽച്ച്ബർഗിൽ സ്ഥിതി ചെയ്യുന്നു. ലിൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് ഇന്നത്തെ യാത്ര. ഫാക്ടറിയിലേക്ക് എത്തുന്നതിന് മുന്നേയായി അതിൻ്റെ ചരിത്രമൊന്ന് മനസ്സിലാക്കാം. ലിൻഡ് ചോക്ലേറ്റ് ഫാക്ടറി സന്ദർശിക്കുന്നത് രുചികരമായ ചോക്ലേറ്റുകൾ കഴിക്കുക മാത്രമല്ല, ഈ പ്രശസ്ത സ്വിസ് ബ്രാൻഡിൻ്റെ ചരിത്രത്തിലും ചോക്ലേറ്റ് നിർമ്മാണ രീതികളും നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 1845 മുതൽ ചോക്ലേറ്റിൻ്റെയും ലിൻഡിൻ്റെയും പൈതൃകത്തിൻ്റെയും ആരംഭത്തെക്കുറിച്ചുള്ള വിജ്ഞാനപ്രദമായ പ്രദർശനത്തോടെയാണ് ഫാക്ടറി പര്യടനം ആരംഭിക്കുന്നത്. 1845 സ്വിറ്റ്സർലൻഡിലെ സൂറിക്കിൽ ഡേവിഡ് സ്പ്രൂംഗ്ലി ഷാർസും അദ്ദേഹത്തിൻ്റെ മകൻ റുഡോൾഫ് സ്പ്രൂംഗ്ലി ആമനും ചേർന്ന് ലിൻഡ് ആൻഡ് സ്പ്രൂംഗ്ലി സ്ഥാപിച്ചു. തുടക്കത്തിൽ സോളിഡ് ചോക്ലേറ്റ് ബാറുകൾ നിർമ്മിക്കുന്നതിലാണ് കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇവിടെ കൊക്കോ ബീൻസ് മുതൽ ചോക്ലേറ്റ് ബാർ വരെയുള്ള ലിൻഡിൻ്റെ സിഗ്നേച്ചർ ചോക്ലേറ്റുകൾ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നുവെന്ന് നേരിട്ട് കാണുന്നതാണ് ടൂറിൻ്റെ ഹൈലൈറ്റുകളിലൊന്ന്. സന്ദർശകർക്ക് ഫാക്ടറിയുടെ ഉൽപ്പാദന നിലയിലേക്ക് വലിയ കാഴ്ചാജാലകങ്ങളിലൂടെ ഒരു കാഴ്ച ലഭിക്കുന്നു. അവിടെ വൈദഗ്ധ്യമുള്ള ചോക്ലേറ്റിയർമാർ ഈ മനോഹരമായ ട്രീറ്റുകൾക്ക് ടെമ്പറിംഗ്, മോൾഡിംഗ്, പാക്കേജിംഗ് എന്നിവയിൽ തങ്ങളുടെ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുന്നു. ലിൻഡിൻ്റെ ഫാക്ടറിയിലാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ബേസ്മെൻറ്റിലെ വിശാലമായ പാർക്കിങ്ങിൽ കാർ പാർക്ക് ചെയ്തതിനു ശേഷം എൻട്രൻസിൻ്റെ അടുത്തേക്ക് നടന്നെത്തി. ഇതിൽ കയറുമ്പോൾ ചോക്ലേറ്റിൻ്റെ സൗരഭ്യം വായുവിൽ നിറയുന്നു. ഇവിടെ നിന്ന് ടൂറിൻ്റെ ടിക്കറ്റ് വാങ്ങി. ഈ ടിക്കറ്റുകൾ മുൻകൂട്ടി അവരുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ ഫ്ലോറിൽ നമ്മളെ ആദ്യം ആകർഷിക്കുന്നത് 30 അടി ഉയരത്തിൽ നിന്ന് വീഴുന്ന ഒരു ചോക്ലേറ്റ് ഫൗണ്ടനാണ്. 1500 ലിറ്റർ ചോക്ലേറ്റാണ് ഇതിൽ നിറച്ചിരിക്കുന്നത്. ചോക്ലേറ്റ് ടൂർ തുടങ്ങുന്നതിന് മുന്നേയായി ഇവിടെ കാണുന്ന ഓഡിയോ ഗൈഡ് എടുത്ത് നമ്മൾക്ക് വേണ്ടുന്ന ലാംഗ്വേജിൽ ഹോൾഡ് ചെയ്തു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവിടെ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ഇൻഫർമേഷൻ നമ്മൾക്ക് ഇതിൽ കൂടി കേൾക്കാവുന്നതാണ്. മുകളിലത്തെ നിലയിലെത്തി ടിക്കറ്റ് സ്വൈപ്പ് ചെയ്ത് ഉള്ളിലേക്ക്. കൊക്കോ മരങ്ങളുടെ ഇടയിലൂടെ നടക്കുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. കൊക്കോ കൃഷിയുടെ ചരിത്രം ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു.
1879 ചോക്ലേറ്റ് നിർമ്മാതാവും പിന്നീട് ലിൻഡ് ആൻഡ് സ്പ്രിംഗ്ലിയിലെ പങ്കാളിയുമായ റുഡോൾഫ് ലിൻഡ് കോൺജിങ് മെഷീൻ്റെ കണ്ടുപിടുത്തത്തിലൂടെ ചോക്ലേറ്റ് നിർമ്മാണത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു. ഈ യന്ത്രം തുടർച്ചയായി ചോക്ലേറ്റിൻ്റെ മിശ്രിതവും വായുസഞ്ചാരവും അനുവദിച്ചു. ഇത് സുഗമമായ ഘടനയും കൂടുതൽ ശുദ്ധീകരിച്ച രുചിയും നൽകുന്നു. ഈ കണ്ടുപിടുത്തം ചോക്ലേറ്റ് നിർമ്മാണ ലോകത്ത് ലിൻഡിനെ വേറിട്ട് നിർത്തി. ആ കോൺജിങ് മെഷീനാണ് ഈ കാണുന്നത്. 2014 യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും വലിയ ചോക്ലേറ്റ് കമ്പനിയായ റസൽ സ്റ്റോവർ കാൻഡീസിനെ ലിൻഡ് ആൻഡ് സ്പ്രിംഗ്ലി ഏറ്റെടുത്തു. അങ്ങനെ അമേരിക്കൻ വിപണിയിൽ അതിൻ്റെ സ്ഥാനം കൂടുതൽ ഉറപ്പിച്ചു. ഇന്ന് ലിൻഡ് ചോക്ലേറ്റുകൾ അവരുടെ വിശിഷ്ടമായ രുചി, പ്രീമിയം ചേരുവകൾ, ചോക്ലേറ്റ് നിർമ്മാണ രീതി എന്നിവയ്ക്ക് ലോകമെമ്പാടും പ്രശസ്തമാണ്. ലോകമെമ്പാടുമുള്ള ചോക്ലേറ്റ് പ്രേമികൾ ആസ്വദിക്കുന്ന ആഡംബരത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും പര്യായമായി ലിൻഡ് ബ്രാൻഡ് മാറിയിരിക്കുന്നു. ലിൻഡ് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കുള്ള ഒരു സന്ദർശനവും സാമ്പിൾ രുചിച്ചു നോക്കാതെ പൂർത്തിയാകില്ല. മിൽക്ക് ചോക്ലേറ്റ് മുതൽ ഡാർക്ക് ചോക്ലേറ്റ് വരെയുള്ള വിവിധ ചോക്ലേറ്റുകൾ ഈ കാണുന്ന ടേസ്റ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾക്ക് എടുത്ത് രുചിച്ചു നോക്കാവുന്നതാണ്. ലിക്വിഡ് ചോക്ലേറ്റിനെ ചോക്ലേറ്റ് ബാർ ആക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ മെഷീനിൽ കൂടി നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ തന്നെ അതിൻ്റെ മുകളിൽ നട്ട്സും ആഡ് ചെയ്യുന്നത് കാണാം. അടുത്ത ഏരിയയിൽ ചോക്ലേറ്റ് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന മറ്റ് വസ്തുക്കളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ഈ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലത്ത് ധാരാളം ക്യാൻഡികൾ വെച്ചിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് ക്യാൻഡികൾ നമ്മൾക്ക് എത്ര വേണമെങ്കിലും ഇവിടെ നിന്ന് രുചിച്ചു നോക്കാവുന്നതാണ്. പല കളറിൽ റാപ്പ് ചെയ്തിരിക്കുന്ന ഈ ലിൻഡ് ക്യാൻഡികൾ കാഴ്ചയ്ക്ക് മനോഹരമായതുപോലെ തന്നെ രുചിയിലും മികച്ചതാണ്. ഈ ടൂറിൻ്റെ അവസാന ഏരിയയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ ചോക്ലേറ്റിൻ്റെ പുതിയ ആശയങ്ങളും പുതിയ കണ്ടുപിടുത്തങ്ങളും ഭാവിയിൽ ചോക്ലേറ്റ് നിർമ്മാണത്തിനായി പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നു. ഇവിടെയുള്ള ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈകളിലേക്ക് ഇങ്ങനെ ഒരു ചോക്ലേറ്റ് എത്തിച്ചേരുന്നു. ചോക്ലേറ്റ് ടൂർ കഴിഞ്ഞു. അടുത്തതായി ഗ്രൗണ്ട് ഫ്ലോറിലുള്ള റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് തന്നെയുള്ള ലിൻഡിൻ്റെ ഷോപ്പിലേക്ക്. വളരെ വിശാലമായതാണ് ലിൻഡിൻ്റെ ഈ ഷോപ്പ്.
കണ്ണിനും മനസ്സിനും ആനന്ദം പകരുന്ന രീതിയിൽ വിവിധങ്ങളായ ചോക്ലേറ്റുകൾ അലങ്കരിച്ചു വച്ചിരിക്കുന്നു. അവരുടെ എല്ലാ ടൈപ്പ് ചോക്ലേറ്റും ഇവിടെ നിന്നും വാങ്ങാവുന്നതാണ്. ഇവയിൽ ചിലത് ഇവിടെ നിന്ന് മാത്രമേ വാങ്ങുവാൻ സാധിക്കത്തുള്ളൂ. ലിൻ ചോക്ലേറ്റ് ഫാക്ടറിയിലെ ഈ മധുരകരമായ അനുഭവത്തിനു ശേഷം സ്വിറ്റ്സർലൻഡിലെ സൂറിക്കിനോട് വിട പറഞ്ഞു അടുത്ത രാജ്യമായ ഓസ്ട്രിയയിലേക്ക് നമ്മുടെ റോഡ് ട്രിപ്പ് തുടർന്നു.